നമുക്ക് നിധിയുടെ സുധീഷിന്റെ വരാൻ പോകുന്ന ദിവസങ്ങളിലെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നിധിയും സുധീഷും തമ്മിലുള്ള കല്യാണക്കാര്യത്തെ കുറിച്ചൊക്കെ ഹരീഷും നികേഷും ഭാസ്കരനും ഒക്കെ അറിയുന്നുണ്ട്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നികേഷിനൊക്കെ ഭയങ്കര വിഷമായിരുന്നു. നികേഷൊക്കെ വല്ലാത്ത കരച്ചിലായിരുന്നു. സുധീഷിനെ കെട്ടിപ്പിടിച്ച് ഹരീഷ് കരയുന്നുണ്ട്. ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നെന്ന് അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്. സുഭാഷിനോട് മോശമായ രീതി സംസാരിച്ചതിന് പോയി മാപ്പ് പറയുന്നുണ്ട് ഹരീഷ്. കാരണം താൻ ഒരിക്കലും ചേട്ടനോട് പറയാൻ പാടില്ലായിരുന്നു. സുധീഷും നിധിയും തമ്മിൽ ഒന്നിച്ചിരിക്കുന്നോ സംസാരിക്കുന്നോ അല്ലെങ്കിൽ ഒന്നിച്ച് കിടക്കുന്നതൊക്കെ സുഭാഷ് ചേട്ടന് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് സുഭാഷ് ചേട്ടൻ അവരെ അകറ്റാൻ ശ്രമിക്കുന്നത്. സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിയാത്തതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് നേരത്തെ കുറ്റപ്പെടുത്തിയായിരുന്നു. അതിനൊക്കെ മാപ്പ് ചോദിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് സുഭാഷ് ചേട്ടൻ അങ്ങനെ ചെയ്തതെന്ന് ഇപ്പോഴാണ് ഹരീഷിന് മനസ്സിലാകുന്നത്. അങ്ങനെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നിധിക്ക് അവിടെ നിൽക്കാൻ വേണ്ടി പറ്റുമോ? നിധി പറഞ്ഞ് ഞാനിവിടുന്ന് പോകുക, ഇനി ഞാനിവിടെ നിൽക്കില്ല, ഇന്നല്ലെങ്കിൽ നാളെ ഞാനിവിടുന്ന് പോകുമെന്ന് പറഞ്ഞു. നികേഷിൻ്റെ കരച്ചിൽ കാണണം. നികേഷ് വാ വിട്ട് കരയുവാണ്. ഒടുവില് ആ കരച്ചിലെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നിധിക്ക് സഹിച്ചില്ല. ചേട്ടനഞ്ചുമാര് പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുക. നിധി ഒരു തീരുമാനം എടുത്തു. താൻ ഇനി ഇവിടുന്ന് ഒരിടത്തേക്കും പോകുന്നില്ല എന്ന്. താൻ ഇവിടുന്ന് തന്നെ എവിടെയെങ്കിലും പോയി ഒരു ജോലി വാങ്ങിച്ചോളാം, അങ്ങനെ ഇവിടുന്ന് ജോലിക്ക് പോയിക്കോളാം, അങ്ങനെ ഒരു തീരുമാനം നിധിയുടെ മനസ്സിലുണ്ടായി. നിധി ആ തീരുമാനം അവരോട് പറഞ്ഞു. നികേഷിന് സന്തോഷം. നികേഷ് പറഞ്ഞു, എടത്തിയമ്മ പോവില്ലല്ലോ അല്ലേ? ഇല്ല എന്ന് പറയണം. അപ്പോഴാണ് ശരിക്കും നികേഷിനൊരു സമാധാനമായത്. നികേഷിന്റെ ഏറ്റവും വലിയ കൂട്ടിപ്പം നിധിയാണ്. നിധി അവിടെ ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ നികേഷിന് സഹിക്കില്ല. സുധീഷിനേക്കാളും വിഷമമാണ് ഇപ്പൊ നികേഷിന്. അങ്ങനെ നിധി പോകുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ അവിടെ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. സുഭാഷിനും ഹരീഷിനും എല്ലാവർക്കും സന്തോഷം. കാരണം നിധി പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും തകർന്നു പോകും. ഇത്ര ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വീടായിരുന്നത്. ഇതിനു മുമ്പത്തെ പോലെ ആയിരുന്നില്ല. വീട്ടിലൊരു പെണ്ണ് വരുമ്പോൾ അതിൻ്റെതായ ഐശ്വര്യം വരുവുള്ളെന്ന് സുഭാഷും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ അന്നത്തെ ഒരു രാത്രി കഴിഞ്ഞുപോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം സുഭാഷും ഹരീഷും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് സുഭാഷ് ഹരീഷിനോട് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യണം, ഇനി ഒരു കാരണവശാലും നിധിയെ നമ്മൾ ഒരു കാരണവശാലും ഒന്നിനും നിർബന്ധിക്കാൻ പാടില്ല. നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞോളാം. ഒന്നും അല്ലേലും അവൾക്ക് വേണേ ഇവിടുന്ന് പോവായിരുന്നു. പക്ഷെ അവളിത് പോയില്ല. അവർ തമ്മിലുള്ള വിവാഹം നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇനിയിപ്പം സുധീഷിനെ നിധിയെ ഒന്നിപ്പിക്കാനായിട്ട് നമ്മൾ ആരും നിർബന്ധപൂർവ്വം ഒന്നും ചെയ്യരുത്. സുധീഷിനെ ഇഷ്ടമുണ്ടെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സാധ്യമാവില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പം നിധിക്ക് സുധീഷിനോട് എപ്പോഴെങ്കിലും ഇഷ്ടം തോന്നുവാണെങ്കിൽ തോന്നിക്കോട്ടെ, അല്ലാതെ മറ്റൊരു രീതിയിൽ നമ്മളായിട്ട് അവരെ ഒന്നിപ്പിക്കാണ്ട് ശ്രമിക്കരുതെന്ന് പറഞ്ഞു. നിധിയുടെ കഴുത്തിൽ സുധീഷ് താലി കെട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അതുകൊണ്ടായില്ലല്ലോ. നിധിയുടെ മനസ്സിലൊരു ഇഷ്ടം തോന്നണമല്ലോ. നമ്മൾ നിർബന്ധിച്ചു ആരെ ഒരു കാരണവശാലും ഒന്നിനും പിടിച്ചേൽപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നിധിയും കൂടെ അങ്ങോട്ട് വന്നു. അങ്ങനെ നിധി പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, എന്തിനും ഏതിനും ഞാനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് സുഭാഷ് ജോലിക്ക് പോകാനായിട്ട് തയ്യാറെടുപ്പ് നടത്തുവാണ്. ആ സമയത്ത് ഹരീഷ് സുധീഷും ഒക്കെ പുറത്തു നിന്ന് സംസാരിക്കുക. അപ്പോഴേക്കും നികേഷും കൂടെ വന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിധി അങ്ങോട്ട് വരുന്നത്. നിധി വന്നിട്ട് എന്താ സംസാരിക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അവർ പറഞ്ഞു, ഞങ്ങൾ സുഭാഷേൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ചാണ്. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഭാഷേൻ്റെ കല്യാണം നടത്തിയാലോ? സുനന്ദയുടെ കല്യാണം അവിടെ ഉറപ്പിച്ചു, ഇനിയിപ്പോൾ ആർക്ക് വേണ്ടി കാത്തിരിക്കണം? അങ്ങനെയാണെങ്കിൽ നമുക്ക് കല്യാണം നടത്താമെന്ന് പറഞ്ഞു. ഒരു ബ്രോക്കർ ഇവിടെ വരുന്നില്ലായിരുന്നോ? ആ ബ്രോക്കറോട് പറയുകയാണെങ്കിൽ ആലോചന കൊണ്ടുവരില്ലെന്ന് ചോദിച്ചു. നികേഷ് പറഞ്ഞു, കുറേ ആലോചനയൊക്കെ കൊണ്ടുവന്ന എല്ലാവരും വരും, നോക്കും, പോകും. പക്ഷേങ്കിൽ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല എടത്തിയമ്മേ. പകുതിയാകുമ്പത്തേനും കല്യാണ ആലോചനയൊക്കെ സ്റ്റക്കായി പോവുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാൽ പോലും പിന്നെ അവരുടെ കണ്ടീഷൻസ് വേറെ ആയിരിക്കും. ഇവിടെ ഇത്ര ആണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, ഇനിയിപ്പോൾ പേടിക്കണ്ടല്ലോ, ഞാനും കൂടെ ഉണ്ടല്ലോ എന്ന് പറയണം. ആ ബ്രോക്കറോട് പറഞ്ഞാൽ മതി. ഹരീഷ് പറഞ്ഞു, ആ ബ്രോക്കർ കൊണ്ടിരുന്ന ആലോചന ഒന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ നിധിക്കൊരു ഐഡിയ തോന്നി. അങ്ങനെയാണെങ്കിൽ മാട്രിമോണി കോളത്തിൽ അപ്ലൈ ചെയ്യാം, പരസ്യം കൊടുക്കാം. അവിടെ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. എൻ്റെ കുടുംബത്തിൽ ഒത്തിരി പേർക്ക് അങ്ങനെ കല്യാണം നടന്നിട്ടുണ്ട്. അത് കേട്ടപ്പോൾ അവർക്കും തോന്നി നല്ല കാര്യമെന്ന്. അങ്ങനെ സുഭാഷിൻ്റെ പേരൊക്കെ വെച്ച് അവരൊരു ഐഡി ക്രിയേറ്റ് ചെയ്തു. അതെല്ലാം നിധിയാണ് ചെയ്തു കൊടുക്കുന്നത്. നിധി ഫോണിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുവാണ്. പിന്നീട് സുഭാഷിൻ്റെ ഒരു ഫോട്ടോ ചോദിച്ചു. അപ്പോഴേക്കും നികേഷ് ഫോട്ടോയൊക്കെ കൊടുത്തു. അങ്ങനെ ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്തു. പിന്നെ പേരും വയസ്സും ഒക്കെ 32 വയസ്സുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിധിക്ക് കൺഫ്യൂഷനായി. 32 വയസ്സോ? കണ്ട അത്ര ഒന്നും പറയത്തില്ല എന്ന് പറഞ്ഞു. ആ സമയം നികേഷ് പറഞ്ഞു, പെണ്ണ് കണ്ട
സുഭാഷേണ് ഇത്രയും പ്രായം കൂടിപ്പോയെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്തെല്ലാം സെറ്റാക്കി അതിന്റെ പേയ്മെന്റ് അടയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ സുധീഷാണ് പൈസ കൊടുക്കുന്നത്. നികേഷിനൊക്കെ അത്ഭുതമായിരുന്നു. ഇതുവരെ സുധീഷാണ് ഇങ്ങനെയൊന്നും പൈസ കൊടുക്കുന്ന ആളല്ല, ആദ്യമായിട്ടാണ്. പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് തന്നെ അടച്ചു. അത് വേണേ നിധി അടച്ചാണ്. പക്ഷെ നിധിയുടെ കയ്യിലിരിക്കുന്ന പൈസ ക്യാഷ് ആയിട്ടാ. അക്കൗണ്ടിൽ പൈസയൊന്നും ഇല്ലല്ലോ, ഫോണും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒടുവിൽ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോഴേക്ക് സുഭാഷ് വന്നു. സുഭാഷ് പണിയാൻ ഇറങ്ങി വരുന്ന സമയത്ത് ഹരീഷ് വിളിച്ചിട്ട് പറഞ്ഞു, സുഭാഷിനെ ഇങ്ങോട്ട് വരാൻ പറയണം. എന്താ കാര്യം? പിന്നീട് ഞങ്ങളുടെ കല്യാണക്കാരെയൊക്കെ ആലോചിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. നീതി പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സുനന്ദയുടെ കല്യാണമല്ലേ, ആ സമയത്ത് സുഭാഷേന്റെ കല്യാണം നടക്കണം, ഇനി ഇതിനൊരു മാറ്റം വന്നു കൂടാന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ സുഭാഷിന്റെ മനസ്സിലെ കൺസെപ്റ്റ് എന്താന്ന് ചോദിച്ചു. സുഭാഷിന് എനിക്കൊന്നും അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും പെണ്ണിനെ കുറിച്ചൊരു സങ്കല്പമില്ലേ, നമ്മൾ അങ്ങനെയൊന്നും ഒരിക്കലും സങ്കല്പിക്കാനൊന്നും പാടില്ലടാ, നമ്മൾ നമ്മുടെ അവസ്ഥ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു, അതൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല, എന്തേലും എന്നാലും ഒരു ആഗ്രഹം കാണത്തില്ലേ. നികേഷിനോട് ചോദിച്ചു, നിന്റെ മനസ്സിൽ നിന്റെ പെണ്ണിനെ കുറിച്ചുള്ള സങ്കല്പം എന്താന്ന് ചോദിച്ചു. നികേഷ് ആരാ മോന്? നികേഷ് ഓരോന്നങ്ങോട് പറയാൻ തുടങ്ങി. അതെ, നല്ല മുടിയുണ്ടായിരിക്കണം, പിന്നെ കാണാനൊക്കെ അത്യാവശ്യം ഭംഗിയുണ്ടായിരിക്കണം, പഠിപ്പുണ്ടായിരിക്കണം, ജോലിക്ക് പോകാനുള്ള താല്പര്യമൊക്കെ ഉണ്ടായിരിക്കണം, പിന്നെ ഒരു 10 ദിവസം ഞാൻ ജോലിയില്ലാതെ വീട്ടിലിരുന്നാലും എന്നെ നല്ല പൊന്നുപോലെ നോക്കുന്നവളായിരിക്കണം എന്ന് നികേഷ് പറഞ്ഞു. നിധി പറഞ്ഞു, കണ്ടില്ലേ, 19 വയസ്സുള്ള പ്രായം മാത്രം അവനുള്ളൂ, അവന്റെ മനസ്സിലെ സങ്കല്പം കണ്ടോ? എന്നിട്ട് സുഭാഷിന്റെ സങ്കല്പങ്ങളൊന്നും ഇല്ലേന്ന് ചോദിച്ചു. ഇതാണ്, അങ്ങനെയാണ് ഞാൻ പറയാന്ന് പറഞ്ഞു. സുഭാഷ് പറയാൻ തുടങ്ങി. സുഭാഷിനും കുറെ മുടിയൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ട്, പിന്നെ സാരിയൊക്കെ ഉടുക്കുന്നവളായിരിക്കണം, പിന്നെ ഞാൻ അടുക്കള ജോലി ചെയ്യുന്ന സമയത്ത് എന്നെ സഹായിച്ചില്ലെങ്കിലും സാരമില്ല, എൻ്റെ കൂടെ വന്ന് നിൽക്കണം, ജോലിയൊക്കെ അടുക്കളയിൽ ഞാൻ ചെയ്തോളാം, പക്ഷെ എനിക്കൊരാളായിട്ട് വന്ന് നിന്നാൽ മതി, എന്നോട് സംസാരിച്ചുകൊണ്ട് നിൽക്കണം. അത് കേട്ടപ്പം നിധി പറഞ്ഞു, ഇത്ര സമയം ഒന്നും പറയാത്ത ആളെ ഇപ്പൊ പറയാൻ തുടങ്ങി, ഇപ്പൊ എത്രമാത്രം പറയണമെന്ന് നോക്കിക്കേ. ഹരീഷ് പറഞ്ഞു, അതെ അതെ, കണ്ടില്ലേ അതോരാ സംസാരിക്കുന്നത് കണ്ടില്ലേന്ന് ചോദിച്ചു. പിന്നീട് സുഭാഷ് പറഞ്ഞു, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞു. എൻ്റെ പണി സൈറ്റിൽ വരുന്ന ആൾക്കാർ വരുമ്പോൾ പറയും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കിനെ കുറിച്ച്, അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല, അതൊക്കെ എനിക്ക് നിർബന്ധമുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അത്രയൊക്കെ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിധി പറഞ്ഞു, ഞങ്ങൾ മാട്രിമോണി സൈറ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഏകദേശം കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാവുമെന്ന്. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, അതൊന്നും വേണ്ടാന്ന് പറയാണ്. പിന്നീട് നിധിയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കണം. അപ്പോഴേക്കും നിധി പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്, എൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങണം, കോളേജിൽ പോയി വേറെ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലൈ കൊടുക്കണം, അപ്ലൈ ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റ് വാങ്ങണം, പിന്നെ ജോലിക്ക് അപ്ലൈ ചെയ്യണം, അതൊക്കെയാണ് നിധിയുടെ ആഗ്രഹങ്ങൾ. ഞാൻ പോയി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാമെന്ന് പറയണം. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ തന്നെ പോകുന്നുള്ളൂ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാസ്കരൻ അവിടേക്ക് വന്നു. ഭാസ്കരൻ അവിടെ മാറിയിരിക്കുന്നുണ്ട്. നിധി പറഞ്ഞു, നാളെ എന്തായാലും സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ ഞാൻ പോവാം, എനിക്ക് തനിച്ചു പോകണമെന്ന് ആഗ്രഹം, ഞാൻ ബസ്സിന് കയറി പോയിക്കോളാം, പിന്നെ അറിയാലോ എന്നെ വീട്ടിലാണെങ്കിൽ ഒരിടത്തേക്കും തനിച്ചു വിടാറില്ല, എന്നെ ഇങ്ങനെ പൊത്തിപ്പൊതിഞ്ഞ് വെച്ചോണ്ടിരുന്ന, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി തീർന്നേ. ഇനിയെങ്കിലും ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണമെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഞാൻ തനിച്ചു പോകണം, തനിച്ചു പോയി ഓരോ കാര്യങ്ങളും തനിച്ച് ചെയ്ത് പഠിക്കണം. എപ്പോഴും നമ്മുടെ കൂടെ ഒരാൾ സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും പഠിക്കത്തില്ല, അവരെ താങ്ങി താങ്ങിയേ നിൽക്കത്തുള്ളൂ, അത് പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഞാൻ പോയി പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ തക്കലേക്ക് നിധി പഠിച്ച കോളേജിനവിടെ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ സുഭാഷിനൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നിധി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞപ്പോൾ നിധി പോകാനായിട്ട് റെഡിയാവുക. സുധീഷിന് ഭയങ്കര ടെൻഷൻ, എങ്ങനെയാവും ഏതാവും എന്നൊക്കെ ഓർത്തിട്ട്. ആ സമയത്ത് സുഭാഷ് എന്ത് ചെയ്തു, ഒരു ബാഗിനകത്ത് കുറച്ച് നിധിക്ക് കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളും സ്വീറ്റ്സും ഒക്കെ എടുത്തോണ്ട് വെച്ചു. അല്ല ഇതെന്തിനാ? അതേ പോകുന്ന വഴിക്ക് കുറെ സമയമുണ്ടല്ലോ, അപ്പം വിശന്നുണ്ട കഴിക്കാനാന്ന് പറയണ, അതൊന്നും സാരമില്ല എന്ന് പറയണ. പക്ഷെ സുഭാഷിന് അങ്ങനെയല്ല, സുഭാഷിന് ടെൻഷനാ. പിന്നീട് പറഞ്ഞു, ഫോണൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചാർജറും കൂടെ കൊണ്ടുപോയിക്കോളാൻ പറയണം. എങ്ങാനും ചാർജ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ വിടുന്നതിൻ്റെ ഒരു ടെൻഷന് ഒരമ്മമാർക്ക് പോലും ഇല്ല മക്കളെ ഇത്രമാത്രം കരുതലോടെ വിടാനായിട്ട്. അമ്മാതിരി ടെൻഷനാ സുഭാഷിന് നിധി തന്നിച്ചാ പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ. പിന്നീട് നിധി അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞു, അതേ വിളിക്കണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കണോ കേട്ടോ എന്നൊക്കെ പറയാണ്. എവിടെ എത്തി, എങ്ങനെ എത്തിയെന്ന്. ആ സമയം നികേഷ് ചോദിച്ചു, അല്ല ഇടത്തിയമ്മ പോയിട്ട് ഇനി വീട്ടിലേക്ക് പോകുമെന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പോയില്ലടാ, ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ തിരികെ വരുള്ളൂ, ഒരിടത്തും പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് ഒരു മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുന്നത്. കാറോ? സുധീഷ് പറഞ്ഞു, അതെ ഈ കാറിന് പോയാൽ മതി എന്ന് പറയണ. കാറിന് എന്താ? അതെ ഡ്രൈവറുണ്ട്, കൊണ്ടുപോയിക്കോളൂ എന്ന് പറയണ. അപ്പൊ സുധീഷിനോട് ചെല്ലണ്ടെന്നല്ലേ പറഞ്ഞേ.
അപ്പോൾ സുധീഷ് പോകുന്നില്ലെന്ന് വെച്ചു. പക്ഷെ പകരം വേറെ സുധീഷിനെ കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നികേഷ് ഹരീഷിനോട് പറഞ്ഞു, സ്വന്തം കാറാന്ന് പറയുമായിരിക്കും, ട്രാവൽ ഏജൻസിയിലെ മിക്കവാറും അതിന് ചാൻസ് ഉണ്ടെന്ന് പറയണം. ഈ സമയത്ത് സുധീഷ് എന്നിട്ട് തൻ്റെ കൂട്ടാണ്ട് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കാരണവശാലും അവൾ അറിയരുത് ഇതെൻ്റെ ട്രാവൽ ഏജൻസിയുടെ കാറാന്ന് അവൾ വിചാരിച്ചോട്ടെ, അല്ലെന്ന് പറഞ്ഞേക്കരുത്. ശരി ആയിക്കോട്ടെ, എടാ പൈസ വേണമെന്ന് പറയണ, എടാ ഡീസൽ അടിക്കാനുള്ള പൈസയൊക്കെ പിന്നെ തരാം, നീ ഇപ്പോൾ അവളെ കൊണ്ടുപോയിട്ട് വാ, അതെ സൂക്ഷിച്ചും കണ്ടു കൊണ്ടുപോയിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നിധിയെ ആ കാറിൽ കയറ്റി വിടുകയാണ്. പേടിക്കൊന്നും വേണ്ട, നമ്മുടെ സ്വന്തം കാറാ, ഇവൻ ഡ്രൈവറാ എന്നൊക്കെ പറയണം. നിധി ബസ്സിന് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സുധീഷ് പറഞ്ഞു വേണ്ട, ബസ്സിനൊക്കെ പോകുന്ന റിസ്ക്കാ, വെയിലൊക്കെ കൊണ്ടുപോകണം, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് കയറ്റി വിട്ടു. നിധി പോയി കഴിഞ്ഞപ്പോൾ സുധീഷിന് ഭയങ്കര ടെൻഷനാ. ദൈവമേ, ഇനി എങ്ങനെ എന്താവുമെന്ന് അറിയത്തില്ല, നീ വന്നു കഴിഞ്ഞാൽ ഒരു സമാധാനം ആകത്തുള്ളൂ, അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും സുധീഷിനുണ്ടായിരുന്നു. അങ്ങനെ നിധി അങ്ങോട്ട് പോയി കുറേ സമയം കഴിഞ്ഞപ്പോൾ നിധിയുടെ ഫ്രണ്ട് വിളിക്കുകയാണ്. നിധിയുടെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഞാൻ കോളേജിലേക്ക് വന്നുകൊണ്ടിരിക്കുക. പിന്നീട് പറഞ്ഞു, അതെ നീ കോളേജിലേക്ക് വരുന്നുണ്ടെന്ന് ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു പറയണേ. ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞോ? ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ല, ആരോടും പറയണ്ട, എനിക്ക് ആരോടും സംസാരിക്കാൻ ഒരു താല്പര്യമില്ല, കാരണം ക്ലാസ്സിലെല്ലാം ടോപ്പായിരുന്നു, യൂണിവേഴ്സിറ്റി ടോപ്പൊക്കെ ആയിരുന്നല്ലോ. പക്ഷെ ഇങ്ങനെ ഒരു ബന്ധത്തിൽ പോയിപ്പെട്ടോ അങ്ങനെയൊക്കെ ഓരോരുത്തർ ഓരോന്നൊക്കെ ചോദിക്കുമല്ലോ. പിന്നെ പോരാത്തതിന് ഇനി പഠിക്കുന്നുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കും. ആരെ ഫേസ് ചെയ്യാനായിട്ട് നിധിക്ക് താല്പര്യമില്ലായിരുന്നു. നിധി പറഞ്ഞു, തൽക്കാലത്തേക്ക് നീ ആരോടും പറയണ്ട, നീ ഇന്ന് വരുന്ന കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ശരി ഞാൻ വന്നേക്കാം എന്ന് പറയണ, ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാന്നൊക്കെ അവളും പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തു. ഇത്തിരി സമയം ഇച്ചിരി മുന്നോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരന് കാറിന് കൈ കാണിക്കുവാണ്. അപ്പോഴേക്കും നിധി എട്ടിപ്പോ ഇതെന്താ സംഭവം എന്ന്. അങ്ങനെ ഡ്രൈവർ വണ്ടി നിർത്തി. ഡ്രൈവർക്ക് അറിയാലോ സുധീഷിൻ്റെ അച്ഛനാണ്. ഭാസ്കരനെ വണ്ടിക്കകത്തേക്ക് കയറി, കാറിനകത്തേക്ക് കയറി. അപ്പോഴേക്കും നിധി അമ്പരുന്നു. നിധിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ സമയത്ത് നിധിയോട് ഡ്രൈവർ ചോദിച്ചു, ഇതാരാന്ന് മനസ്സിലായോ? സുധീഷിൻ്റെ അച്ഛനാ. എനിക്കറിയാമെന്ന് പറയണം. നിധി ആ വീട്ടിൽ നിന്നാണല്ലോ വരുന്നത്. പിന്നീട് നിധി ചോദിച്ചു, അല്ലച്ചാ അച്ഛനത് എവിടെയെങ്കിലും പോവാണെന്ന് ചോദിച്ചു. അതെ. അപ്പോൾ ചോദിച്ചു, എങ്ങോട്ടാ? അല്ല ഇത് ഞങ്ങൾ തക്കളിക്കാൻ എൻ്റെ കോളേജിലേക്കാണ് പോകുന്നത്, അങ്ങോട്ട് തന്നെ വിട്ടോളാൻ പറയണം. അപ്പോഴേക്കും നിധിക്ക് ടെൻഷൻ, ഇത് എന്തിനുള്ള പുറപ്പാടാന്ന് അറിയത്തില്ല. ദൈവമേ, നിധിയുടെ മനസ്സിലൊരു പേടിയുണ്ട്. ഭാസ്കറിന് സ്വന്തം ഭാര്യയെ കൊന്നാണല്ലോ, ഇനിയിപ്പോൾ തന്നെ എന്തെങ്കിലും കൊല്ലാൻ വേണ്ടിയാണോ കയറിയേക്കുന്നിരിക്കുന്ന ഒരു ടെൻഷനൊക്കെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അങ്ങനെ ഒരു ചിത്രമാണല്ലോ നിധിയുടെ മനസ്സിലുള്ളത്. പക്ഷെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കരൻ ഡ്രൈവറോട് പറഞ്ഞു, അതെ ഇവിടെ സൈഡ് നിറച്ച് വണ്ടി നിർത്താൻ പറയണം. എന്താ? വണ്ടി നിർത്താൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് ആ ബിരിയാണി കടയുണ്ട്, അവിടെ പോയി ഒരു 3 ബിരിയാണി മേടിക്കാൻ പറയണം. ബിരിയാണിയോ? അതെ, പോയി വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. അവിടെ നല്ല ബിരിയാണി കിട്ടും. നേരത്തെ ഞാൻ ഇതിലൂടെ ലോറി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്തെ ഞാൻ ഇവിടെ വന്ന് ആഹാരം കഴിക്കാറുള്ളെന്ന് പറയണം. അങ്ങനെ അവനെ ബിരിയാണി മേടിക്കാൻ വിട്ടു. അവൻ തിരിച്ചു വരുമ്പോഴത്തേനും ഭാസ്കരൻ എന്ത് ചെയ്തു? ഭാസ്കരന് ഡ്രൈവർ സീറ്റിലേക്ക് കയറി വണ്ടി എടുത്തു. ആ സമയം നിധി ആകെപ്പാട് ടെൻഷൻ അടിച്ചു പോയി. ഭാസ്കരൻ വണ്ടി ഓടിക്കുകയാണ്. പെട്ടെന്ന് നിധി ചോദിച്ചു, അല്ല ഡ്രൈവർ എന്ത് ചെയ്യുക? ഡ്രൈവർ അല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ബിരിയാണിയൊക്കെ മേടിച്ചിട്ട് ഡ്രൈവർ ആ വഴി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഭാസ്കരൻ പറഞ്ഞു, ഇനി ഞാൻ കുറച്ച് സമയം ഞാൻ വണ്ടി ഓടിച്ചോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, അത് വേണോ? നിധിക്ക് പേടിയാ, എങ്ങാനും എന്തേലും സംഭവിക്കുമോ എന്നൊക്കെ. പക്ഷെ ഭാസ്കരൻ നന്നായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. പിന്നീട് ഡ്രൈവറോട് പറഞ്ഞു, എടാ നീ അവിടെ ഇവിടെ നോക്കാതെ വണ്ടി ഓടിക്കണം, നല്ല രീതിയിൽ നോക്കണം. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് വേണം വണ്ടി ഓടിക്കാനായിട്ട്. വണ്ടി ഓടുവാന്ന് പോലും കാലിലിരിക്കുന്ന ആളറിയാനൊന്നും പാടില്ല എന്ന് പറഞ്ഞു. നിധി ഓർത്ത്, ദൈവമേ ഇനി എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്ന് അറിയത്തില്ല. അങ്ങനെ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വണ്ടി നിർത്തിയിട്ട് നിധിയോട് ഇറങ്ങാൻ പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചു. കഴിക്കാനായിട്ട്. അപ്പം നിധി പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ആ സമയം ഭാസ്കരനും ചെറുപ്പക്കാരനെയും കൂടെ വിളിച്ച് ഡ്രൈവറേയും കൂടെ വിളിച്ച് ആ വഴി സൈഡിൽ നിന്ന് കഴിക്കണം. നിധിക്കുള്ള ആഹാരം ബിരിയാണി കാറിലേക്ക് കൊടുത്തു. അങ്ങനെ നിധി കാറിലിരുന്ന് പിന്നെ കഴിച്ചു. കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കഴിപ്പെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഡ്രൈവർ തന്നെ കാർ എടുക്കുകയാണ്. അപ്പോഴാണ് നിധിക്കൊരു ആശ്വാസമായത്. ഒടുവിൽ കോളേജിലേക്ക് ചെല്ലുവാണ്. കോളേജിലേക്ക് ചെന്നപ്പോൾ ഭാസ്കരൻ എന്ത് ചെയ്തു? ഭാസ്കരൻ വണ്ടിയിൽ തന്നെ ഇരുന്നു. ഈ സമയത്ത് നിധിയുടെ കൂട്ടുകാരി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നിധിയുടെ കൂട്ടുകാരി നിധിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് നിധിയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. വിശേഷങ്ങളൊക്കെ തിരക്കി കഴിഞ്ഞിട്ട് നിധി പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം എന്നൊക്കെ പറയണം. അല്ല കൂടെ വന്ന ആരാ? പക്ഷെ നിധി ഒന്നും പറഞ്ഞില്ല. നിധിക്ക് എന്ത് മറുപടി പറയാനെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. നിധി കൂടുതലൊന്നും പറയാനും പോയില്ല. അങ്ങനെ സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു. അവിടെ ചെന്ന് നിധി കാര്യങ്ങളൊക്കെ പറയണം. അപ്പോഴേക്കും അവർ പറഞ്ഞു,
പ്രിൻസിപ്പൾ ഇവിടെ ഇല്ല, പ്രിൻസിപ്പൾ വരട്ടെ, പ്രിൻസിപ്പളിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണമെന്ന് പറയണം, നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നീട് നിധിയോട് അവർ ചോദിച്ചു, അല്ല നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നല്ലോ, ഇതെന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടുത്തെ ടോപ്പായിരുന്നല്ലോ, അപ്പോൾ അവർക്കൊക്കെ നിധിയെ നന്നായിട്ടറിയാം. നിധിക്കും ഭയങ്കര ബുദ്ധിമുട്ടായി, നിധി ഒന്നും മിണ്ടിയില്ല. പിന്നെ കൂട്ടുകാരിയായിട്ട് അവിടെ പുറത്തു വന്ന് സംസാരിക്കുകയാണ്, പ്രിൻസിപ്പളിനോട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് അവിടുത്തെ ഒരു അറ്റൻഡർ ഉണ്ടായിരുന്നു, അയാൾ അപ്പം തന്നെ അരുണിനെ വിളിക്കുകയാണ്, നിധിയുടെ ചേട്ടനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. അതെ അരുണേട്ടാ, നിധി കോളേജിൽ വന്നിട്ടുണ്ടെന്ന് പറയണ. കോളേജിലോ? അതെ, അവൾ കോളേജിൽ വന്നിട്ടുണ്ട്. അത് കോളേജിൽ വന്നേ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, അവളുടെ സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നാന്നൊക്കെ പറഞ്ഞു. അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നതോ? അതെ. അല്ല അവൾ തന്നെ ഉള്ളോന്ന് ചോദിച്ചു. ഒരു കൂട്ടുകാരി അങ്ങനെ മാത്രം ഉള്ളെന്ന് പറഞ്ഞു. അപ്പം അയാൾക്കറിയത്തില്ല ഭാസ്കരൻ വണ്ടിക്കകത്തുണ്ടെന്നുള്ള കാര്യം. ആണോ? ശരി എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യണം. ഒരു കാരണവശാൽ അവൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ പാടില്ലെന്ന് അരുൺ വിചാരിച്ചു. അങ്ങനെ ഒടുവിൽ കുറെ സമയം ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നിധിയുടെ അടുത്തേക്ക് വേറെ സ്റ്റാഫ് അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലേ ഇന്ന് പ്രിൻസിപ്പൾ വരത്തില്ല, 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറയണം. അത് കേട്ടപ്പോൾ നിധിക്ക് ഭയങ്കര ടെൻഷനായി. ഇനി നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു, അല്ല എനിക്ക് പ്രിൻസിപ്പളിനെ കണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനെന്നൊക്കെ പറയണം. അപ്പോഴേക്കും പറഞ്ഞു, അതെ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ സർട്ടിഫിക്കറ്റ് നഷ്ടമായെന്ന് പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻറ്റ് കൊടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ ചെയ്തതിന് ശേഷം യൂണിവേഴ്സിറ്റി പോയി വേണം അപ്ലൈ ചെയ്യാനെന്നൊക്കെ പറയണം. പിന്നെ കോളേജിൽ നിന്ന് വേണമെങ്കിൽ സഹായം എന്തെങ്കിലും വേണമെങ്കിൽ കോളേജിൽ എന്തെങ്കിലും ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളും കാര്യങ്ങളും അതൊക്കെ വേണമെങ്കിൽ കോളേജിൽ നിന്ന് തന്നെ തരാം. കോളേജിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റോടുകൂടി അപ്ലൈ ചെയ്ത് പരാതി കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറയാണ് പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ നിധി നോക്കിക്കഴിഞ്ഞപ്പോൾ വേറെ ഒരു മാർഗ്ഗമില്ല. അങ്ങനെ ഒടുവിൽ ഒരു ആപ്ലിക്കേഷനൊക്കെ എഴുതി. അപ്പോൾ കോളേജുകാർ സീലൊക്കെ ചെയ്ത് കൊടുത്തു. അങ്ങനെ നിധി അതുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ആ സമയത്ത് കൂട്ടുകാരോട് പറഞ്ഞു, എന്നാൽ ശരിയെന്ന് പറയണം. അന്ന് കൂട്ടുകാരി അങ്ങോട്ടൊക്കെ പോകാൻ തുടങ്ങുകയാണ്. ആ സമയത്താണ് അരുൺ അങ്ങോട്ട് വണ്ടിയും കൂടെ വരുന്നത്. അരുൺ അങ്ങോട്ടേക്ക് വന്നു. അരുൺ അങ്ങോട്ട് വന്നിട്ട് കാറിൽ നിന്ന് ചാടി ഇറങ്ങണം. നിധിയെ ഇടിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് വണ്ടി നിന്നത്. അപ്പോഴേക്കും ഭാസ്കരന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കണം. നിധി പെട്ടെന്ന് ചാടി മാറി, അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നിധിയെ വന്ന് തട്ടിയാനും. ആ സമയത്ത് അരുൺ ചാടി ഇറങ്ങി കാറിനകത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നിധിക്ക് നല്ല ടെൻഷനായി. നിധിയുടെ അടുത്തേക്ക് വന്നു. എനിക്കറിയായിരുന്നടി നീ ഇങ്ങോട്ടേക്ക് വരുമെന്ന്, നിന്നെ കാണാൻ തന്നെ വന്നിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി വന്നായിരിക്കില്ലേ? നാണം ഉണ്ടോടി? അച്ഛൻ്റെ ചെലവ് നീ പഠിച്ചിട്ട് നിനക്ക് നാണം ഉണ്ടേ നീ വന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കുക? അച്ഛൻ നിന്റെ സർട്ടിഫിക്കറ്റ് കത്തിച്ച് കളഞ്ഞല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ രൂക്ഷമായിട്ട് നിധിയോട് സംസാരിക്കുകയാണ്. നിധിക്ക് നല്ല ദേഷ്യം വന്നു. നിധി പറഞ്ഞു, ഇതേ വേണ്ട, എന്നോട് വെറുതെ മല്ലിടിക്കാൻ വരണ്ട. ഞാൻ നന്നായിട്ട് പഠിച്ചതിൻ്റെ എനിക്ക് സർട്ടിഫിക്കറ്റും മാർക്കും കിട്ടിയത്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാട്ടായി വന്നിരിക്കുന്നത്, അല്ലാതെ ആടെ ഓസിലൊന്നും അല്ല എന്ന് പറയണം. 1-2 പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വഴക്കായി. ഈ സമയത്ത് ഭാസ്കരന് കാറിൽ നിറങ്ങി നോക്കി നിൽക്കുകയാണ്. ഭാസ്കരനൊന്നും മിണ്ടുന്നില്ല. കാരണം അവർ ചേട്ടനും അനുജത്തിയും നമ്മളുടെ പ്രശ്നമാണ്. ഒടുവിൽ അരുൺ പറഞ്ഞു, നീ അങ്ങനെ ഇപ്പം സർട്ടിഫിക്കറ്റ് മേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ആപ്ലിക്കേഷന് അത് വലിച്ചു കയറി കളയുവാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നിധിക്ക് സഹിച്ചില്ല. നിധിയുടെ കയ്യിലേക്ക് പിടിച്ചിട്ടാണ്. അപ്പോഴേക്കും ഭാസ്കരൻ ഇടയ്ക്കറി, നിങ്ങളിത് എന്ത് പരിപാടിയാണ് കാണിക്കണേ? പെൺകുട്ടികളുടെ കയ്യെ പിടിച്ചാണോ ഗുണ്ടായസം കാണിക്കണേന്നൊക്കെ ചോദിച്ചു. താനും കൂടെ മാറിയിക്കണമെന്നൊക്കെ പറയണം. താനെ തൻ്റെ ഭാര്യയെ കൊന്നല്ലേ, എന്നിട്ടാണോ താനെന്നൊക്കെ പറയണം. അപ്പം ഭാസ്കരൻ അവിടെ ഉണ്ടാവുന്ന പ്രതീക്ഷയില്ലായിരുന്നു അരുണ്. പക്ഷേ ഭാസ്കരനെ പെട്ടെന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ അരുണിനൊരു വെപ്രാളം ഉണ്ടായി. എന്നാലും അരുണത് മൈൻഡ് ചെയ്തില്ല. അങ്ങോട്ട് മാറി നിൽക്കാനൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു. അപ്പോൾ അരുണ് ഭാസ്കരനെ അറിയാം. അന്ന് ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ഭാസ്കരനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒടുവിൽ നല്ല ദേഷ്യമായിപ്പോയി നിധി ദേഷ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ അരുൺ പറഞ്ഞു, ദേ മര്യാദയ്ക്ക് പോയിക്കോണം നീ, ഇനി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് ഈ പരിസരത്ത് പോലും കണ്ടേക്കരുത്. നിധിയും വിട്ടുകൊടുത്തില്ല. ഒടുവിൽ അരുൺ എന്ത് ചെയ്തു? കൈ നിർത്തി നിധിയുടെ കർണത്തടിച്ചു. സഹിക്കാൻ പറ്റുമോ ഭാസ്കരൻ പെട്ടെന്ന് കയറി അരുണിനെ പിടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തളായി. അപ്പോഴേക്കും നിധിയോട് പറഞ്ഞു, നിധി മോളെ നീ കാറിനകത്തേക്ക് കയറിക്കോളാൻ പറഞ്ഞു. നിധി കയറാൻ കൂട്ടാക്കില്ല. കയറാനല്ല പറഞ്ഞു. ഒരു വ്യക്തി ഭാസ്കരൻ നിധിയെ കാറിനകത്തേക്ക് കയറ്റി. ആ സമയത്ത് അരുണും പിന്നെ അരുണിൻ്റെ കൂടെ വേറെ കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു. അവനും കൂടെ കയറി ഭാസ്കരനെ പിടിച്ചു. ഭാസ്കരൻ അവരെയൊക്കെ കുതിരിച്ചു. പിന്നീട് അരുണിനെ തല്ലാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് അരുൺ എന്ത് ചെയ്തു? എളിയെന്നൊരു കത്തിയും എടുത്തു. കത്തി എടുത്തിട്ട് ഭാസ്കരനെ കുത്താണ്ട് എഴുവണം. ഒരു നിമിഷം നിധി കണ്ണടച്ചു പോയി. പക്ഷേങ്കിൽ ആ കുത്തുന്ന സമയത്ത് ഭാസ്കരൻ തടഞ്ഞു. അതുകൊണ്ട് ഭാസ്കരൻ്റെ കയ്യേലാണ് കുത്തുകൊണ്ടത്. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. ചോരെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അരുണും കൂട്ടുകാരനും കൂടെ സ്ഥലം വിട്ടു. നിധിക്ക് ഭയങ്കര ടെൻഷൻ. ഭാസ്കരന് പക്ഷെ ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നിധി നോക്കിക്കഴിഞ്ഞാൽ ചോര ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ സമയം ഭാസ്കരൻ്റെ കയ്യിൽ ഒരു തോർത്തുണ്ടായിരുന്നു. തോളത്ത് ഭാസ്കരൻ ആ തോർത്ത് വെച്ച് പെട്ടെന്ന് തന്നെ കൈ ഇങ്ങനെ ചുറ്റുവാണ്. നിധി പറഞ്ഞു, ബാച്ച നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയണ.
നിധിക്ക് ആകെ ടെൻഷനായി. നിധിയുടെ വെപ്രാളൊക്കെ ഉണ്ടെങ്കിൽ ഭാസ്കർ പറഞ്ഞു പേടിക്കൊന്നും വേണ്ടാന്ന് പറയണം. ഈ സമയത്ത് ഡ്രൈവർ അങ്ങോട്ടേക്ക് വരുന്നേ, അവരുടെ ഡ്രൈവർ. അപ്പോഴാണ് അയാൾ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അയാൾ അപ്പുറത്ത് മാറിപ്പോയേക്കുമായിരുന്നു. ഈ സംഭവം നടക്കുന്ന സമയത്ത് അവൻ അടുത്തുണ്ടായിരുന്നില്ല താനും. പിന്നീട് വന്നിട്ട് പറഞ്ഞു അതെ സുധീഷിനെ വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ എന്ന് ചോദിച്ചു. ഭാസ്കരൻ പറഞ്ഞു വേണ്ടാന്ന് പറയണം. നിധി പറഞ്ഞു എത്രയും പെട്ടെന്നൊരു ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു. ഈ സമയത്തെല്ലാം നിധി ചോദിക്കുന്നുണ്ട് അതെ പ്രശ്നമുണ്ടോ കൈക്ക്, വേദന ഉണ്ടോന്നൊക്കെ. ഒരു കുഴപ്പമില്ല, നീ ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് കയ്യിൽ സ്റ്റിച്ചൊക്കെ ഇട്ടു. ഭാസ്കരൻ അവിടെ വന്നിരിക്കുമ്പോഴത്തേനും ഡോക്ടറോട് നീ ഇത് കാര്യങ്ങളൊക്കെ ചോദിക്കണം, ഇവിടെ അഡ്മിറ്റ് ആക്കേണ്ടതുണ്ടോ. ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, 3-4 ദിവസം കഴിയുമ്പോൾ ഒന്ന് ഡ്രസ്സ് ചെയ്യണം, 2-3 ദിവസം കഴിയുമ്പോൾ, അതിനുശേഷം സ്റ്റിച്ച് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ പൈസയൊക്കെ നിധിയാണ് കൊടുക്കുന്നത്. ഭാസ്കരന് പൈസ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ നിധി സമ്മതിച്ചില്ല. നിധി പൈസയെ കൊടുത്ത് ഭാസ്കരനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.